എങ്ങനെയുണ്ട് പടം? എടാ കണ്ണട പവറുണ്ടോ? എങ്ങനെയുണ്ട് പടം? പടം നല്ല ഉഷാറ് പടമല്ലേ? കാരണം നമുക്ക് ഇത്തരം പ്രായത്തിൽ ഇത്രയും ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സംഭവട്ടാ. കാരണം ഇതില് ഡാൻസ് കണ്ടിട്ട് ദിലീപിന്റെ ഡാൻസ് ആയിട്ട് തോന്നി, ജനപ്രിയന്റെ ഡാൻസ് ആയിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെ സ്റ്റെപ്സ്, കാരണം ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ടർബോന് ശേഷം ഒരു സീരിയസ് സെന്റിമെന്റ്സ്, ലവ് ട്രാക്ക്, പിന്നെ കോമഡി എല്ലാം കൊണ്ട് തന്നെ വർക്കൗട്ടായി പോകേണ്ട മലയാള ചിത്രം തന്നെയാണ്. ഒരുപാട് പേര് ലാഗായിട്ട് പറയുന്നുണ്ട്, കൊള്ളില്ലെന്ന് പറയുന്നുണ്ട്. മലയാള സിനിമ കൊള്ളില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. നീയൊക്കെ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ട് വേണം സിനിമയെ പറ്റി കുറ്റം പറയാൻ. നമ്മൾ സിനിമ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ചോലോസ്കിൽ അഭിനയിച്ചപ്പോൾ എനിക്കറിയാം ഷൂട്ടിൻ്റെ അവസ്ഥ. കാരണം രാത്രി ഉറങ്ങിപ്പോയപ്പോൾ ഡയറക്ടർ ആയിക്കോറപ്പോൾ എനിക്കറിയാം സിനിമയുടെ ബുദ്ധിമുട്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. കാരണം ഒരുപാട് ചേരുവകളുണ്ട്, ജോണേഴ്സ് ഉണ്ട്. കാരണം മമ്മൂക്ക എന്ന നടൻ എല്ലാ ജോണറും ഒരു എന്താ പറയുക, ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ചേരുവകളും വർക്കാറുണ്ട്. അതുപോലെ സിനിമ പ്രേസറിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാണ് മമ്മൂക്ക പടം. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം മമ്മൂക്ക എല്ലാ പൈസയും പുള്ളിയുടെ സേവിങ് ചെയ്യും. എന്നാലും പൈസ അല്ല, പടം ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ള കാര്യം. പടത്തിൽ നിന്ന് മെസ്സേജ് ഉണ്ട്, പിന്നെ ഡിറ്റക്റ്റീവ് രീതി കാണിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി സാറിനെ കുറച്ച് ഒപ്പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ടാലന്റ് ചെയ്തിരിക്കും. സുരേഷ് നല്ല ടാലന്റർ അല്ല. കാരണം ഇത് ഒരുപാട് ഹോംവർക്ക് ഒക്കെ എടുത്തിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് കാണാൻ മനസ്സിലാവും. ഇവിടെ എഫോർട്ടും ചിലപ്പോൾ പുള്ളി ചില സീക്വൻസിൽ പുള്ളി രാത്രി നൈറ്റ് ഷൂട്ടാണെന്നൊക്കെ മനസ്സിലാവും. കാരണം ഉറക്കമനൊക്കെ ഉണ്ട്. കണ്ടുകൊണ്ട് പറയാം. ഗംഭീര മൂവിയായിരുന്നു. നല്ല അടിപൊളി ഗംഭീര മൂവി. പിന്നെ ഇല്ല, ഞാൻ ഞെട്ടിപ്പോയത് ഫ്രിഡ്ജിലെ സീൻ കണ്ടപ്പോഴാണ്. ഒന്ന് ചെറുതായിട്ട് ഞെട്ടി, ശരിക്കും പിന്നെ നമ്മുടെ ഡാൻസ് പെർഫോമൻസ് കൊള്ളാം. നല്ല അടിപൊളിയല്ലേ, എല്ലാം അടിപൊളിയായിട്ടല്ലേ വരുന്നത്. എന്തായാലും മമ്മൂക്ക ജനുവരി 23 മമ്മൂക്ക കൊണ്ടുപോയി. കാരണം അത്ര നല്ല രീതിയിൽ തിയേറ്ററിൽ ഓൾക്കുള്ള നല്ല റെസ്പോൺസാണ്. നമ്മൾ ഫോൺ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല റെസ്പോൺസാണ്. അപ്പോൾ എന്തായാലും മമ്മൂക്ക ഗൗതം വാസുദേവ സാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. മലയാളത്തിൽ വേറെ ലെവലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമ അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ മൂവി, ഒരു ബോറടിയില്ല. ബോറടി ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, കാരണം അത് മോശമാണത്. ഇന്ന് മലയാള സിനിമ ഒന്നാം താരം മമ്മൂക്കയാണ്, അതിലൊരു മാറ്റമില്ല. ഒരു ബോറടിയില്ല, മമ്മൂക്കയാണ് താരം. മലയാളികൾക്ക് ഇഷ്ടപ്പെടും പടം. മലയാളത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക്, മമ്മൂക്കാന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു തുർപ്പൂലൻ താപ്പാന മോഡല് ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. കാരണം മമ്മൂക്ക തന്നെ കാണുമ്പോൾ പറയാറുണ്ട്, കോമഡി എന്റെ ഇന്റർവ്യൂവിൽ പറയാറുണ്ട്. പാട്ടൊന്ന് പാടിക്കും. മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ കൊടുങ്കാറ്റാണ്. ബോഡിയുടെ കൈകൾ മാറ്റി. അപ്പോൾ ഗംഭീര സിനിമയാണ്. അപ്പോൾ മമ്മൂക്ക ഗംഭീരമായിട്ട് നിറഞ്ഞാടിയിട്ടുണ്ട്. മമ്മൂക്ക കീച്ചായി. ഓക്കെ, താങ്ക് യു.